ഹായ്, എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സെൻട്രൽ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പുതിയൊരു റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. ആപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് 30/4/2026, അവസാനിക്കുന്നത് 17/5/2026. അസിസ്റ്റന്റ് ജനറൽ മാനേജർ ഇൻ സ്പെഷ്യലിസ്റ്റ് കാറ്റഗറി പോസ്റ്റിലേക്കാണ് ഇപ്പോൾ വിളിച്ചിട്ടുള്ളത്. റിസ്ക് മാനേജ്മെന്റ്, ഫിനാൻസ്, അക്കൗണ്ട്, ക്രെഡിറ്റ് എന്നിവയിലേക്ക് ഇപ്പോൾ വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. റിസ്ക് മാനേജ്മെന്റ് 2 വേക്കൻസി, കംപ്ലയൻസ് ഓർ റിസ്ക് മാനേജ്മെന്റ് 1 വേക്കൻസി, അസറ്റ് ലയബിലിറ്റി മാനേജ്മെന്റ് 1 വേക്കൻസി, ഡിജിറ്റൽ റിസ്ക് ആൻഡ് അനാലിസിസ് 1 വേക്കൻസി, ഫിനാൻസ് ആൻഡ് അക്കൗണ്ട്സ് 5 വേക്കൻസി, ക്രെഡിറ്റ് ഓഫീസർ 5 വേക്കൻസി, മൊത്തം 15 വേക്കൻസികൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എലിജിബിലിറ്റി ക്രൈറ്റീരിയ നോക്കാം. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ, അസിസ്റ്റന്റ് ജനറൽ മാനേജർ പോസ്റ്റിലേക്ക് റിസ്ക് മാനേജ്മെന്റിൽ വരുന്നത് ബേസിക് ക്വാളിഫിക്കേഷൻ BSc ഇൻ സ്റ്റാറ്റിസ്റ്റിക്സ് ഓർ എക്കണോമിക്സ് ആണ്, അല്ലെങ്കിൽ BSc ഇൻ അനലിറ്റിക്കൽ ഫീൽഡ് സ്റ്റാറ്റിസ്റ്റിക്സ്, അപ്ലൈഡ് മാത്സ് ഓർ ഓപ്പറേഷണൽ റിസർച്ച് ഓർ ഡാറ്റ സയൻസ് ഫീൽഡ്. ഇതല്ലെങ്കിൽ ഫുൾ ടൈം MBA ഓർ ബാങ്കിങ്, MBA ഇൻ ഫിനാൻസ് ഓർ ബാങ്കിങ് ഓർ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ ബിസിനസ് മാനേജ്മെന്റ് ആണ്. അഡീഷണൽ മാൻഡേറ്ററി ക്വാളിഫിക്കേഷൻ വരുന്നുണ്ട് FRM, CFA, PRM, കൂടാതെ 10 വർഷത്തെ എക്സ്പീരിയൻസും ഉണ്ടായിരിക്കേണ്ടതാണ്. ഏജ് വരുന്നത് 33 മുതൽ 45 വയസ്സ് വരെയാണ്. അടുത്ത പോസ്റ്റ് അസിസ്റ്റന്റ് ജനറൽ മാനേജർ, കംപ്ലയൻസ്, റിസ്ക് മാനേജ്മെന്റ്. ബേസിക് ക്വാളിഫിക്കേഷൻ ഫുൾ ടൈം BSc ഇൻ സ്റ്റാറ്റിസ്റ്റിക്സ് ഓർ എക്കണോമിക്സ് ഓർ ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ അനലിറ്റിക്കൽ ഫീൽഡ്, ഫുൾ ടൈം MBA ഇൻ ഫിനാൻസ് ഓർ ബാങ്കിങ് ഓർ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിപ്ലോമ ഇൻ ബിസിനസ് മാനേജ്മെന്റ്. അഡീഷണൽ മാൻഡേറ്ററി ക്വാളിഫിക്കേഷൻ FRM, CFA, PRM. എക്സ്പീരിയൻസ് 10 വർഷത്തെ ചോദിക്കുന്നുണ്ട്. ഏജ് ലിമിറ്റ് 33 മുതൽ 45 വയസ്സ് വരെയാണ്. അടുത്ത പോസ്റ്റ് അസിസ്റ്റന്റ് ജനറൽ മാനേജർ, അസറ്റ് ലയബിലിറ്റി മാനേജ്മെന്റ്. ക്വാളിഫിക്കേഷൻ വരുന്നത് BE ഓർ BTech ഓർ പോസ്റ്റ് ഗ്രാജുവേറ്റ് ഡിഗ്രി ഓർ ഡിപ്ലോമ ഇൻ ബിസിനസ് മാനേജ്മെന്റ്, ബാങ്കിങ് ഓർ ഫിനാൻസ് ഓർ ചാർട്ടേഡ് അക്കൗണ്ടന്റ്. മാൻഡേറ്ററി സർട്ടിഫിക്കേഷൻ ചോദിക്കുന്നുണ്ട് FRM, PRM. കൂടാതെ 10 വർഷത്തെ എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ട്. ഏജ് ലിമിറ്റ് 33 മുതൽ 45 വയസ്സ് വരെയാണ്. അടുത്ത പോസ്റ്റ് അസിസ്റ്റന്റ് ജനറൽ മാനേജർ, ഡിജിറ്റൽ റിസ്ക് ആൻഡ് അനലിറ്റിക്സ്. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ വരുന്നത് ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ മാത്തമാറ്റിക്സ് ഓർ സ്റ്റാറ്റിസ്റ്റിക്സ്, അല്ലെങ്കിൽ BE ഓർ BTech ഇൻ ഡാറ്റ സയൻസ് ഓർ IT ഓർ കമ്പ്യൂട്ടർ സയൻസ് ഓർ സോഫ്റ്റ്വെയർ എഞ്ചിനീയറിംഗ്. കൂടാതെ 10 വർഷത്തെ എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ട്. അഡീഷണൽ സർട്ടിഫിക്കേഷൻസും ചോദിക്കുന്നുണ്ട്. 33 മുതൽ 45 വയസ്സ് വരെയാണ്. അസിസ്റ്റന്റ് ജനറൽ മാനേജർ, ഫിനാൻസ് ആൻഡ് അക്കൗണ്ട്സ്. എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ വരുന്നത് ഗ്രാജുവേഷൻ ആൻഡ് ഷുഡ് ഹാവ് പാസ്ഡ് ഫൈനൽ എക്സാം കണ്ടക്ടഡ് ബൈ ICAI. ഏജ് ലിമിറ്റ് 33 മുതൽ 45 വയസ്സ് വരെയാണ്. 10 വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ടാവണം. അസിസ്റ്റന്റ് ജനറൽ മാനേജർ, ക്രെഡിറ്റ് ഓഫീസർ, ചാർട്ടേഡ് അക്കൗണ്ടന്റ് ഓർ ചാർട്ടേഡ് ഫിനാൻഷ്യൽ അനലിസ്റ്റ് ഓർ CMA ഓർ ICWA, അല്ലെങ്കിൽ 2 years ഫുൾ ടൈം പോസ്റ്റ് ഗ്രാജുവേഷൻ ഡിഗ്രി ഇൻ ബാങ്കിങ് ഓർ ഫിനാൻസ് ഓർ എനി ക്രെഡിറ്റ് റിലേറ്റഡ് ഫീൽഡ്. 10 വർഷത്തെ എക്സ്പീരിയൻസ് ചോദിക്കുന്നുണ്ട്. ഏജ് ലിമിറ്റ് 33 മുതൽ 45 വയസ്സ് വരെ. SC, ST, OBC, PWD ഈ എക്സ് സർവീസ്മെൻ കാൻഡിഡേറ്റ്സിന് 5 വർഷത്തെ ഏജ് റിലാക്സേഷൻ ലഭിക്കുന്നതാണ്. $1,35,000 വരെ സാലറി സ്കെയിൽ വരുന്നുണ്ട്. സെലക്ഷൻ പ്രോസസ്സിൽ ഓൺലൈൻ എക്സാം നടത്തുന്നതാണ്. കേരളത്തിൽ സെന്റേഴ്സ് വരുന്നത് കോഴിക്കോട്, തിരുവനന്തപുരം, എറണാകുളം, തൃശൂർ, കോട്ടയം. ഫീസ് വരുന്നത് SC, ST, PWD വുമൺ കാൻഡിഡേറ്റ്സിന് 175 രൂപയും ബാക്കി എല്ലാ കാൻഡിഡേറ്റ്സിനും 850 രൂപയുമാണ് വരുന്നത്. ഈ പോസ്റ്റിലേക്ക് എലിജിബിൾ ആയിട്ടുള്ള കാൻഡിഡേറ്റ്സ് ഈ ലിങ്ക് വഴി അപ്ലൈ ചെയ്യുക. ഇതുപോലെയുള്ള ജോബ് അപ്ഡേറ്റ്സിനായി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ നന്ദി.